രാമക്ഷേത്രം പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് തേടിയെന്ന പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളഞ്ഞു എന്ന വാർത്തയാണ് വരുന്നത്. രാമക്ഷേത്രവും അതുപോലെ കർത്താർപൂർ ഇടനാഴിയും പരാമർശിച്ചതിൽ തെറ്റില്ല എന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. രാജസ്ഥാനിൽ മുസ്ലിങ്ങൾക്കെതിരായ വിവാദ പരാമർശത്തിൽ നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ കമ്മീഷൻ തീരുമാനമെടുത്തിട്ടില്ല എന്നും ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനമെടുക്കാൻ വൈകുന്നത് എന്തുകൊണ്ടായിരിക്കും? SKN ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്ന പരാതി എന്നുള്ളത് ഏപ്രിൽ 9 പീലിഭത്തിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ ലഭിച്ച പരാതിയിലാണ്. സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനായ ആനന്ദ് എസ് ജൊണ്ടാലെയാണ് ഏപ്രിൽ 10 ഈ കാര്യത്തിൽ ഈ പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചത് പ്രധാനമന്ത്രി പ്രസംഗത്തിനിടെ രാമക്ഷേത്ര നിർമ്മാണം എടുത്തു പറഞ്ഞിരുന്നു. അതിൽ കോൺഗ്രസ് പങ്കെടുക്കാത്തതിനെ വിമർശിച്ചിരുന്നു. ഒപ്പം തന്നെ കർത്താർപൂർ ഇടനാഴി സാധ്യമാക്കിയതിലൂടെ സിഖ് വിഭാഗത്തിന്റെ കാലങ്ങളായുള്ള ആഗ്രഹം സാക്ഷാത്കരിച്ചു എന്ന് പറഞ്ഞിരുന്നു. ഇതുകൂടാതെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഗുരു ഗ്രന്ഥ സാഹിബ് തിരികെ കൊണ്ടുവന്നു എന്നും അദ്ദേഹം പരാമർശിച്ചിരുന്നു. ഇത് മൂന്നും മതത്തിന്റെ പേരിൽ വോട്ട് തേടലാണ് എന്നായിരുന്നു പരാതി. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗം ചേർന്ന് ഇക്കാര്യങ്ങൾ അവലോകനം ചെയ്തപ്പോൾ ഇതിൽ തെറ്റില്ല എന്നാണ് വിലയിരുത്തലുള്ളത്. ഇത് മതത്തിന്റെ പേരിൽ വോട്ട് തേടിയതായി വിലയിരുത്താനാകില്ല എന്നും മറിച്ച് ഭരണ നേട്ടങ്ങളെക്കുറിച്ച് പരാമർശിക്കുക മാത്രമായിരുന്നു പ്രധാനമന്ത്രി എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ദിവസങ്ങളോളം തീരുമാനമെടുക്കാത്ത സാഹചര്യത്തിൽ ഈ അഭിഭാഷകൻ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഏപ്രിൽ 15 ഹൈക്കോടതിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നിലപാട് പറയും. മറ്റ് രാജസ്ഥാനിലെ വിവാദ പ്രസംഗത്തിന്റെ പേരിൽ ഇതുവരെയും അക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിച്ചിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിക്കുന്നത്. താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് രാജ്യതലസ്ഥാനത്ത് നിന്ന്.